ആദ്യം ശ്രീ ജിൻഡോ ജോൺ മുഖ്യമന്ത്രി പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമല്ല അദ്ദേഹം ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ പ്രയോറിറ്റി പറഞ്ഞത് ഈ നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടിയാണ്. കേരളത്തിൽ എന്തോ വലിയ നിക്ഷേപം നടത്തുവാൻ വേണ്ടി വന്ന ഒരു ഗ്രൂപ്പാണ്. അവർ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അവരെ കാണുന്നതിന് വേണ്ടി വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വന്ദേ ഭാരതിൽ എത്തുമ്പോൾ ഒരു 6:45 ആകും വൈകിട്ട്. പക്ഷേ അവർ ഡിന്നർ മീറ്റ് ഒഴിവാക്കി വൈകിട്ട് തന്നെ അവർക്ക് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി ഹെലികോപ്റ്റർ എടുത്ത് പോയി എന്നാണ്. പക്ഷേ ഇന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ലല്ലോ. കൊച്ചിയിൽ ഞാൻ ഉള്ളത് കൊണ്ട് വന്ന് കാണാം എന്ന് പറഞ്ഞു. ഇതാണല്ലോ അദ്ദേഹം ഇന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അടിയന്തര പ്രാധാന്യമുള്ള കാര്യമായിരുന്നില്ല എന്ന് അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ആരാണ് ഈ നിക്ഷേപകർ എന്നൊക്കെ പറയുന്നതിന് മടിക്കുന്നത് ശ്രീ ജിൻഡോ ജോൺ? ഒരു കള്ളം പറഞ്ഞാൽ പല കള്ളങ്ങൾ പറയേണ്ടി വരും. ആ ഒരു ട്രാക്കിലേക്ക് മുഖ്യമന്ത്രി പോയോ എന്ന് സംശയമുണ്ട് കേട്ടോ. ശ്രീ മഞ്ജുഷ്, ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞത്, ആദ്യത്തെ ആരോപണം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനെ കാണാൻ പോയി എന്നുള്ള ആക്ഷേപം വലിയ രീതിയിൽ വന്നു. അത് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്തിനാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എറണാകുളത്ത് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടി പോയതാണ്. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് റോഡ് മാർഗമാണ് കാറിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനെ കാണാൻ ആശുപത്രിയിൽ പോയത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന് ശേഷം ഇപ്പോൾ അന്നത്തെ കാര്യത്തെക്കുറിച്ച് വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ, ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കൊച്ചിയിലുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വൈകിട്ട് വന്ദേ ഭാരതിന് വരുമ്പോൾ കൊച്ചിയിലുണ്ടാകും, അപ്പോൾ ആ സമയത്ത് അവിടെ വെച്ച് കാണാം എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവർക്ക് അടിയന്തരമായിട്ട് മറ്റ് സ്ഥലത്തേക്ക് നേരത്തെ പോകേണ്ടതുള്ളത് കൊണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് വന്ദേ ഭാരതിന് വന്നാൽ ആ സമയത്ത് ഇവിടെ എത്തിയാൽ അവരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ അർജൻറ്റായിട്ട് കാണാൻ വേണ്ടി മാത്രം ആ ഹെലികോപ്റ്റർ എടുത്ത് വരികയും അത് അവരെ കണ്ടു. അതിനുശേഷം അവർ നേരത്തെ പോകേണ്ടതുകൊണ്ട് അവരുടെ ടൈം മാറ്റിയതുകൊണ്ട് അവർ തിരിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം സ്വാഭാവികമായിട്ടും വൈകിട്ട് വന്ദേ ഭാരതിന് എറണാകുളം എത്തുന്നതാണ്. അപ്പോൾ കൊച്ചിയിലുണ്ടാകും, അന്നേ ദിവസം വൈകിട്ട് കൊച്ചിയിലുണ്ടാകും. അപ്പോൾ അവിടെ വെച്ച് കാണാമെന്നായിരിക്കും നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഊഹിക്കുന്നത്. അതിനുശേഷം അവരുടെ സമയം മാറിയപ്പോൾ അദ്ദേഹം ആ ബിസിനസ് മീറ്റിൻ്റെ അർജൻസി മനസ്സിലാക്കിക്കൊണ്ട് ഹെലികോപ്റ്റർ എടുത്ത് ഇവിടെ വന്നു, അവരെ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനെ മറ്റു കാര്യങ്ങളൊക്കെ അവരെയൊക്കെ കണ്ട് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയിട്ട് പറയാമല്ലോ ആരെയാണ് കണ്ടത് എന്ന്. അത് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകവും അവിടെ ഇല്ല. അത്രയും വലിയ നിക്ഷേപ ഭീമൻ കേരളത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് അറിയാതെ പോവുകയും ഇല്ല. ഇത്ര രഹസ്യം സൂക്ഷിക്കുന്നതാണ് പ്രശ്നമാകുന്നത്. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞത് ഈ നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടി മാത്രമാണ് താൻ അടിയന്തരമായി ഹെലികോപ്റ്റർ എടുത്ത് പോയത് എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം അത് സർക്കാർ വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഹെലികോപ്റ്ററാണ്. അതിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഇല്ല. പക്ഷെ അത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു അവിടെ വന്ന വിവാദം. പക്ഷെ ശരി, അത് അദ്ദേഹം ഭാര്യ പിതാവിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നിക്ഷേപകരെ കാണാൻ പോയ കൂട്ടത്തിൽ ഭാര്യ പിതാവിനെ കണ്ടു, അസുഖബാധിതനായിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതായിട്ടാണല്ലോ പിന്നീട് നമ്മളെല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വെറുതെ ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഈ ആരാണ് ഈ നിക്ഷേപകൻ എന്ന് പറയുന്നതിൽ എന്താണ് വൈമനസ്യമുള്ളത്? അതിൻ്റെ ആവശ്യം എന്തിനാണ് ജിൻഡോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ടായിരുന്നു, ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് ആരെയും കാണാൻ പോകാറില്ല, അത് ആരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അല്ല മഞ്ജുഷ, ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം അന്ന് ആ ദിവസം വന്നിരുന്ന വിവാദം അദ്ദേഹം ഭാര്യ പിതാവിനെ കാണാൻ പോയി എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്ന അങ്ങനെ അദ്ദേഹം അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ പോയതിനെയും തെറ്റായി കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് ഈ നാട്ടിലെ ഒരു പൗരനാണ്. അപ്പോൾ മറ്റ് പല ആളുകളെയും കാണുന്നത് പോലെ അദ്ദേഹം പോയി കണ്ടതിൽ ഒരു തെറ്റുണ്ടെന്ന് വിചാരിക്കില്ല. ഒരു രാഷ്ട്രീയ നേതാവും ഭരണകർത്താവും 24 മണിക്കൂറും നാട്ടിലെ മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത്ര ആളുകളെ കാണുന്നതിനോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനോ ഒന്നും ഒരു തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും മറ്റ് നേതാക്കന്മാരും MLA-മാരും അവരെല്ലാം ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്ത് ഒരാളും ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമല്ല സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനിടയ്ക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വകാര്യ വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ കാണാനും ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊന്നും നമ്മളൊരു സ്കെയിലും വെച്ചിട്ടില്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരെ കാണേണ്ടതുമാണെന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഭാര്യ പിതാവിനെ കാണാൻ പോയതാണെങ്കിൽ പോലും
പറഞ്ഞതിലും അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഒരു തരത്തിലും വിചാരിക്കുന്നില്ല. രണ്ട്, അദ്ദേഹം അതിലെ അത്തരം വലിയൊരു വിവാദം വന്നപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനല്ല പോയത്, ആ ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോയതാണ്. ആ സമയത്ത് അതിന് ശേഷമുള്ള സമയമാണ് ഭാര്യ പിതാവിനെ കാണാൻ പോയത്. അപ്പോൾ ആ സ്വകാര്യ യാത്ര എന്നുള്ള വിവാദം അവിടെ കെട്ടടങ്ങി. ജിൻഡോയ്ക്ക് അത് പ്രശ്നമില്ല, ജിൻഡോയ്ക്ക് അത് പറയാം, സ്വകാര്യ യാത്ര കൊണ്ട് പ്രശ്നമില്ല എന്ന്. ജിൻഡോ അത് തുറന്നു പറയുവാനുള്ള ഒരു ആർജവം കാട്ടി. പക്ഷേ കേരള മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയുവാനുള്ള ആർജവുമില്ല. കാരണം ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിനെ മുമ്പ് എതിർത്തിട്ടുള്ളയാളാണ് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ ഹെലികോപ്റ്റർ യാത്ര തന്നെ ഒരു വലിയ ധൂർത്താണ്, സർക്കാരിന്റെ ധൂർത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വൈമനസ്യം സത്യം തുറന്നു പറയുവാൻ, അതാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു കള്ളം അതിനിടയിലേക്ക് തിരികെ കയറ്റുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയതാണെന്ന്. ആരാണ് ആ ഇൻവെസ്റ്റർ? പറയാൻ എന്തിനു മടിക്കുന്നു? അല്ല, ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് ഇൻവെസ്റ്റർ ആരാണ് എന്നുള്ളത് പറയാത്തതിൽ ഞാൻ വിചാരിക്കുന്നത്, സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാൻ അവകാശമുണ്ട്. നമ്മൾ ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റർ ആണ് വരുന്നതെങ്കിൽ, സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളും ഇത്തരം ഇൻവെസ്റ്റേഴ്സിനെ കാത്തിരിക്കുകയും, അപ്പോൾ അതാരാണ് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തത് നേരത്തെ അതിലൊരു പ്ലാനിങ്ങിൽ എത്തുന്നതിന് മുമ്പ്, അത്തരം പ്രോജക്റ്റിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്താൽ ചിലപ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. മറ്റ് നമ്മളെക്കാൾ ഭൂമിശാസ്ത്രപരമായി സൗകര്യങ്ങളുള്ള പലതരത്തിലുള്ള സൗകര്യങ്ങളുള്ള സ്റ്റേറ്റുകൾ അത്തരം ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം പറയാതിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന കൃത്യമായ സമയത്ത് അദ്ദേഹം പറയുമെന്ന് തന്നെയാണ്. ശരി ജിൻഡോ, പക്ഷേ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. അടിയന്തരമായിട്ട് അദ്ദേഹം ഈ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടിയല്ല കൊച്ചിയിലേക്ക് പോയത്. അത് അദ്ദേഹത്തിന് ഇന്നത്തെ വാക്കുകളിൽ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നുണ്ട്. കൊച്ചിയിലുണ്ട്, അതുകൊണ്ട് കാണാം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴിയുകയായിരുന്നു. ശ്രീ പണിക്കർ, കേരള മുഖ്യമന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.